ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് നല്ലൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണ്. 24 hours സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റോഡുകളൊക്കെ അകത്തൂടെ പോകുന്ന നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള മോഡലിലാണ് ഇതിനകത്തുള്ള വില്ലകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തായിട്ട് വലിയകുളം എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും അറിയുന്നതാണ്. തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൽ നിന്നും 5.5 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്തേക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്റർ, അതുപോലെ നമുക്ക് കാക്കനാട് കളക്ടറേറ്റിലേക്ക് വെറും 15 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 20 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 24 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്ക് തൊട്ടടുത്ത മെട്രോ വേണമെങ്കിൽ തൃപ്പൂണിത്തുറ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്നും 7.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷനും തൃപ്പൂണിത്തുറ തന്നെയാണ് നമുക്ക് അടുത്ത് വരുന്നത്. 7.6 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയി കിടക്കുന്നതിന് മുമ്പായിട്ട് എന്നോട് പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പൊ തന്നെ ചെയ്യുക. റീസെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത് 6 സെന്റ് ലാൻഡിലാണ്. 6 സെന്റ് ലാൻഡിൽ 1762 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. കോമൺ ആയിട്ട് വേറെ ഒരു ബാത്റൂം കൂടി നമുക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇത് ലാസ്റ്റ് വില്ല ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പാർക്ക് ചെയ്യുന്ന വാഹനം കൂടാതെ തന്നെ നമുക്ക് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൂടെ ഒരു വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ്. വില്ലയുടെ എലിവേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭംഗിയായ ഡിസൈനിലാണ് ഗേറ്റ് മതിലെല്ലാം ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ രീതിയിലാണ് വില്ലകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ഭംഗിയായിട്ട് ഓടൊക്കെ പാകിയിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി ഇതിന്റെ ഓണർ ഇപ്പോൾ UK-യിലാണ്. അദ്ദേഹം അവിടെ സെറ്റിൽ ആവുന്നത് കൊണ്ടാണ് ഈ ഒരു വില്ല ഇപ്പോൾ റീസെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. എലിവേഷൻ നിങ്ങൾ കണ്ടു, മതില് ഗേറ്റ് എല്ലാം തന്നെ കണ്ടു. നമുക്കിനി നേരെ അകത്തേക്ക് കടക്കാം. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് കവേർഡ് ആയിട്ടുള്ള ഒരു വലിയ കാർ പോർച്ചിലേക്കാണ്. ഇന്നോവ പോലുള്ള ഒരു വലിയ വാഹനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ ഫ്ലോറിന്റെ ഭാഗവും നിങ്ങൾ ആ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ എല്ലാം നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോർ ടൈലുകളൊക്കെ വിരിച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന ഏരിയകളെല്ലാം തന്നെ നമുക്ക് സൈഡ് കെട്ടിയിട്ട് അതിനകത്തൊക്കെ മണ്ണാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ആ ഒറിജിനൽ മണ്ണ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്തിരിക്കുന്ന മണ്ണല്ല, ഒറിജിനൽ മണ്ണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ചെടികളൊക്കെ നട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാകും. ഓൾറെഡി ഈ ഒരു കോമ്പൗണ്ടിനകത്ത് വലിയൊരു മാവ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ കൺസേൺ ആണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കുറച്ച് സ്ഥലം കൂടുതൽ വേണം. കാരണം നമുക്കിപ്പോൾ നമ്മളുടെ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് ലാൻഡ് കൂടുതൽ വേണമെന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും പറ്റിയതാണ്. കാരണം ഈ ഒരു റേറ്റിൽ, ഇതിന്റെ റേറ്റ് അറിയാനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് റീസണബിൾ ആയ റേറ്റിലാണ് 6 സെന്റ് സ്ഥലവും ഈ ഒരു വീടും കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, തെങ്ങ് വാഴ എല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ വരുന്ന ഫുഡ് വേസ്റ്റ് എല്ലാം തന്നെ ഇതിന്റെ ചോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു വളവുമായി മാറി നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം തീർന്നു കിട്ടുകയും ചെയ്യും. ബാക്ക് സൈഡിലുള്ള വർക്ക് ഏരിയയുടെ പൊസിഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഡംപ് ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ടൈൽ ഇട്ടിരിക്കുന്ന ഏരിയ കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ കുറച്ച് മണ്ണാണ്. അവിടെയൊക്കെ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നടാനുള്ള നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടു, 2 തെങ്ങാണ് നമുക്ക് കിട്ടുന്നത്. വീടിന്റെ സൈഡിലൂടെ നമ്മൾ തിരിച്ച് ബാക്ക് സൈഡിലൂടെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിനുമുള്ള ഭാഗങ്ങളിലൊക്കെ ടൈലുകൾ ഇട്ടിട്ടുണ്ട് നമുക്ക് നടക്കാനായിട്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം മണ്ണ് അങ്ങനെ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ തിരിച്ചുവിടുത്ത ഈ ഒരു കാർപോർച്ചിന്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ വെള്ളത്തിനായിട്ട് KWയുടെ വാട്ടറാണ് സോഴ്സ് ആയിട്ടുള്ളത്. ഇത്രയും വർഷങ്ങളായിട്ടും വെള്ളത്തിന് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉള്ളവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് 4000 ലിറ്ററിന്റെ കപ്പാസിറ്റിയുള്ള വലിയൊരു ടാങ്കിലാണ് വെള്ളം വന്ന് സ്റ്റോർ ആവുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും KWയുടെ അറ്റകുറ്റപ്പണികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ വെള്ളം സ്റ്റോർ ചെയ്തിട്ടാൽ 4000 ലിറ്റർ നമുക്ക് നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. നമ്മൾ ഇവിടെ നിയർ ബൈ താമസിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ച കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്തതാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും വൈറ്റ് ടൈലും കൂടെ മിക്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ 2 സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ടോട്ടൽ 4 പില്ലറുകളാണ് വരുന്നത്. നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ചെറിയ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെയാണ് ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നടന്ന് നമ്മൾ പോകുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സിറ്റ് ഔട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു വരുന്നത്.
എത്ര ചെയറുകൾ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ തൂണുകളൊക്കെ തന്നെയാണ് ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാം. നമുക്ക് നേരെ മെയിൻ ഡോർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. അത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഈ ഭാഗത്ത് തന്നെ വലിയ വിൻഡോസും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു വീട് കാണാൻ പറ്റുന്നത്. ഈ വീട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ സിറ്റീസ് കണ്ടീഷൻ എങ്ങനെയാണോ, അതായത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് അതിനകത്ത് കാണുന്ന ഫർണിച്ചറും ഐറ്റംസും എല്ലാം തന്നെ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു വീടിന് വിലയിട്ടിട്ട് വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നത്. അപ്പം എല്ലാം ഉൾപ്പെടെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു വീട് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ഇവിടെ ഓൾറെഡി സെറ്റിയും അതുപോലെ തന്നെ സോഫ സെറ്റീസ് ആണെങ്കിലും ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ചെയ്തിട്ട് പോലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ റൂം നമുക്ക് കിട്ടുന്നത്. 13 അടി നീളവും 10 അടി വീതിയുമുള്ള നല്ലൊരു ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഓൾറെഡി കർട്ടൻസ് ഇട്ടിരിക്കുന്ന കാണാം. വിൻഡോസ് വരുന്നത് ഈ കാണുന്ന ഭാഗങ്ങളിലാണ്. സ്ട്രൈറ്റ് ഈ ഒരു ഭാഗത്തും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് വിൻഡോസ് ഇവിടെ കിട്ടുന്നുണ്ട്. റൂം ഓൾറെഡി താമസിച്ചിരുന്ന വീടായതുകൊണ്ട് തന്നെ റൂഫിൽ നമുക്ക് ഫാൻ ഫിറ്റിങ്ങും അതുപോലെ തന്നെ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് തന്നെയാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഈ ഒരു ഭാഗത്തേക്കാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിലൊക്കെ നല്ല മിക്സ് ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് വൈറ്റ് കളറും ഓറഞ്ച് ഷെയ്ഡും വരുന്ന ടൈലുകൾ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സ്റ്റെയർ കേസിന്റെ താഴെ നമുക്കൊരു ഭാഗം കിട്ടുന്നുണ്ട്. അവിടെയായിട്ട് നമുക്ക് ഓൾറെഡി ഒരു വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെ കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കിട്ടുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാം, വീടുകളിലൊന്നും കോമൺ ടോയ്ലറ്റ് വളരെ കുറവാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ പാരി വെയറും ഹിന്ദു വെയറും ഒക്കെയാണ് മാറി മാറി യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൽ നിന്നുള്ള സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു മിറർ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ് നോക്കിക്കോളൂ, ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു 6 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയ ടേബിൾ ഇടണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്പേസും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു അളവ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നേരെ 3 വിൻഡോസും ലെഫ്റ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള വിൻഡോസും ആണ് വരുന്നത്. വാഷ് ഏരിയ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് വാഷ് ഏരിയയുടെ മുകളിൽ തന്നെ ചെറിയൊരു ക്രോക്കറി ഷെൽഫ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അകത്ത് കാണുന്ന വാർഡ്രോബുകളുടെ ഒക്കെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് പുറത്ത് വരുന്ന ഔട്ടർ പോർഷൻസ് ഒക്കെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിലും ഹാങ്ങിങ് ലൈറ്റുകളും അതുപോലെ തന്നെ ഫാൻ ഫിറ്റിങ്ങും എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയയുടെ അടുത്തായിട്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് വരുന്നത്. ഇവിടെ ഓൾറെഡി വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഡബിൾ കോട്ടും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ തന്നെയാണ് സെയിലിന് ഇട്ടിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഓൾറെഡി നമുക്ക് ഇവിടെ കോട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, അത് കഴിഞ്ഞിട്ടും ഇവിടെ ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് വലിയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ കർട്ടൻസ് ഇട്ടിരിക്കുകയാണ്. ഒരു എയർ കണ്ടീഷൻ ഫെസിലിറ്റി കൂടി നമുക്ക് ഈ ഒരു റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും എല്ലാം തന്നെ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ടൊരു സ്പേസ് നമുക്ക് മാറിയിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡ്രസ്സിംഗ് റൂമിനുള്ള സ്പേസ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓൾറെഡി ഇവിടെ കർട്ടൻസ് ഇട്ടിട്ട് വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു മിറർ തന്നെയാണ് ഡ്രസ്സിംഗ് പർപ്പസിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും ബ്രൗൺ കളർ ബോർഡറും ആയിട്ടാണ് ടൈലുകളൊക്കെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ട് നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ ഗ്ലാസും ബാക്കിയെല്ലാം വുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് വേറൊരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. 4 or 5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നമുക്ക് കിച്ചണകത്ത് കിട്ടുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ഇവിടെ ഗ്യാസ് സ്റ്റൗ 3 ബർണറിന്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ മൈക്രോവേവ് അവൻ ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാട്ടർ പ്യൂരിഫയറും സിങ്കും എല്ലാം തന്നെ വരുന്നത്. മുകളിൽ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. താഴെയും നല്ല രീതിയിൽ കബോർഡുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള 2 വിൻഡോസും ഈ ഭാഗത്തുമായിട്ടാണ് വരുന്നത്. റെഫ്രിജറേറ്റർ നോക്കുവാണെങ്കിൽ നമുക്ക് 2 റെഫ്രിജറേറ്റർ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു സ്റ്റോർ റൂം കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്കൊരു സ്റ്റോർ റൂം കിട്ടുന്നത്. അതും കബോർഡുകളായിട്ട് ക്ലോസ് ചെയ്യാത്ത ഓപ്പൺ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് എടുത്തു വെക്കാം. ആ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസും ആണ് കിട്ടുന്നത്.
ഈ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വർക്ക് ഏരിയയും മുറ്റവും ഒക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 6 വിൻഡോസ് ആണ് കോർണർ ഭാഗത്തായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ ചെറിയൊരു ദിവാൻ കോട്ടും അതുപോലെ 2 ചെറിയ ചെയർസും ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം, നമ്മളിപ്പോൾ കാണാത്ത പോലത്തെ ആ ഒരു റൂഫിംഗ് ആണ് ഇവിടെ എല്ലാം തന്നെ വരുന്നത്. സ്ട്രെയിറ്റ് ആ ഒരു ഷേപ്പിലാണ് വരുന്നത്. മുകളിലായിട്ടൊരു ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് ആക്ച്വലി നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് ഇറങ്ങാവുന്ന ഈ ഒരു ബാൽക്കണി സ്പേസ് ആയിട്ടോ യൂട്ടിലിറ്റി ആയിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇത് റൂഫിംഗ് ചെയ്തിട്ട് സേഫ് ആയിട്ട് ഹൈറ്റിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആക്ച്വലി ഫ്രണ്ട് പോർഷൻ ആയിട്ടാണ് ഇത് വരുന്നതെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനോ എന്തായിട്ട് വേണമെങ്കിലും നമുക്കിത് കൺവെർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനാണ് ഇവർ ഇപ്പോൾ ഈ ഒരു ഏരിയ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാളിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമുകൾ ഇനി കാണാനുണ്ട്. താഴെ ഒരു ബെഡ്റൂം ആണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 9.5 അടി വീതിയുമാണ് കിട്ടുന്നത്. ഓൾറെഡി ഒരു കോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് 2 വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ഓൾറെഡി ഇവിടെ ഉണ്ട്. വിത്ത് മിററോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗ് ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ടൈലുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമ്മളിനി 3rd ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പോ താഴെ കണ്ട ഒരു ബെഡ്റൂമിൽ ഓൾറെഡി ഇവിടെ എയർ കണ്ടീഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിലത്തെ ഒരു ബെഡ്റൂമിൽ നമുക്ക് AC കിട്ടുന്നുണ്ട്. അപ്പൊ 2 ബെഡ്റൂമുകളിൽ എയർ കണ്ടീഷൻ ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കിയാൽ 12 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. സ്ട്രൈറ്റ് നോക്കുമ്പോൾ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ഡബിൾ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയൺ ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇവിടെയായിട്ടൊരു ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും സൈഡിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി മിറർ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ചില ഭാഗങ്ങളിൽ മാത്രം ഓറഞ്ച് കളർ ഡിസൈനും കൊടുത്ത് നല്ലൊരു കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്തായിട്ടാണ്. വലിയ കുളം എന്നാണ് സ്ഥലത്തിന്റെ പേര്. തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൽ നിന്നും 5.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഗേറ്റഡ് വില്ല വിത്ത് സെക്യൂരിറ്റി ആയിട്ടുള്ള നല്ലൊരു പ്രൊജക്ട് ആണ്. ഏകദേശം 33ഓളം വില്ലകളാണ് ഈ ഒരു വലിയ ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് വരുന്നത്. എല്ലാം തന്നെ നല്ല ട്രഡീഷണൽ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിലേക്ക് നമുക്ക് വെറും 500 മീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല കമ്മ്യൂണിറ്റിയാണ് ഇവിടെ താമസിക്കുന്ന ആളുകളെല്ലാം. ഈ കാണുന്ന വീടിന്റെ ഓണർ ആക്ച്വലി എബ്രോഡ് ആണ്. അദ്ദേഹം അവിടെ സെറ്റിൽ ആവുന്നത് കൊണ്ടാണ് ഈ ഒരു വീട് റീസെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇത്രയും ലാൻഡ് അളവും ഇതുപോലൊരു വീടും ഈ റേറ്റിൽ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതും തൃപ്പൂണിത്തുറ പോലുള്ള ഒരു സ്ഥലത്ത് പൂർണ്ണത്രേഷ്യന്റെ മണ്ണിൽ. നമുക്ക് ഇതിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 6 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് 1762 ആണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. കോമൺ ആയിട്ടൊരു ബാത്റൂം നമുക്ക് വേറെയും വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും വലിയ കൺസേൺ ആണ് വേസ്റ്റ് മാനേജ്മെന്റ്. വീടിന് ചുറ്റിനും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉള്ളതുകൊണ്ട് ചെടികൾ നടാനോ വേസ്റ്റ് ഒന്നും നമുക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കോമ്പൗണ്ട് ഓൾറെഡി ഒരു മാവ് നിൽക്കുന്നുണ്ട്. 2 തെങ്ങുകളുണ്ട്. ചെറിയ പ്ലാന്റ്സ് ഒക്കെ വേറെയും വരുന്നുണ്ട്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 70 ലക്ഷം രൂപയാണ്. അത് മാർബിൾ ഹോംസ് വഴി മാത്രം പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുറത്രേഷ്യന്റെ മണ്ണിൽ ഈ ഒരു 6 സെന്റ് സ്ഥലവും വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും വൈകരുത്. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. 70 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും ഞങ്ങൾ വഴി പർച്ചേസ് നിങ്ങൾക്ക് തരുമ്പോൾ നെഗോഷ്യബിൾ ആണ്. എത്രയും പെട്ടെന്ന് വിളിക്കുക. ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ അത് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ഗേറ്റഡ് വില്ല വിത്ത് 24 അവർ സെക്യൂരിറ്റി സർവീസ് ഉള്ളതാണ്. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക്. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.